ഹായ് ആൾ. നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി സിലബസിലെ 8ാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കായ സ്റ്റെയിനിങ് ടെക്നിക്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോ അതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമുക്ക് ബാക്ടീരിയയെ സ്റ്റെയിൻ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ സ്റ്റെയിനിങ് ടെക്നിക്സ് അല്ലെങ്കിൽ സ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ബാക്ടീരിയ ഒരു ട്രാൻസ്പാരന്റ് നേച്ചർ ആണ്. അതിന് പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് മൈക്രോസ്കോപ്പിൽ നമ്മൾ അതിനെ വിസിബിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിന് ശരിക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അതിന് ആ ട്രാൻസ്പാരന്റ് ആയ നേച്ചർ ആയതുകൊണ്ട് തന്നെ അതിന് മൈക്രോസ്കോപ്പിൽ നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ അതിന് നമുക്ക് കാണാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമ്മൾ അതിന് കളർ കൊടുക്കും. ഓക്കെ, അതിനെ സ്റ്റെയിൻ ചെയ്യിക്കും. അതിന് ചില കളറിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അതിന് കളറിംഗ് പ്രോപ്പർട്ടി കൊടുക്കും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ഈ സ്റ്റെയിനിങ് ടെക്നിക്സിന്റെ ഒബ്ജക്റ്റീവ്സ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്റ്റെയിൻ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? ഇംപ്രൂവ് വിസിബിലിറ്റി ബൈ ഗ്രേറ്റർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ഓർഗാനിസം ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. അതായത് നമ്മുടെ ബാക്ടീരിയയെയും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെയും ഓക്കെ അത് തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ്. ഓക്കെ, അതായത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമ്മുടെ മൈക്രോ ഓർഗാനിസത്തെ അല്ലെങ്കിൽ ബാക്ടീരിയയെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ എന്താണ്? ഡിഫറൻഷിയേറ്റ് വാരിയസ് മോർഫോളജിക്കൽ ടൈപ്സ്. ഓക്കെ, ബൈ ഷേപ്പ്, സൈസ്, അറേഞ്ച്മെന്റ്. അതായത് ബാക്ടീരിയയുടെ ഷേപ്പ് എന്താണ്, അതിന്റെ സൈസ് എന്താണ്, അതിന്റെ അറേഞ്ച്മെന്റ് എന്താണ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യും. ദെൻ എന്താണ്? ഡിറ്റർമൈൻ ദ സ്റ്റെയിനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിസം ആൻഡ് ടൈംസ് ഡയറക്റ്റ് ഡയഗ്നോസിസ് ഓഫ് ഡിസീസ്. ഓക്കെ, എന്താണ് നമ്മുടെ ചില ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഡെമോൺസ്ട്രേറ്റ് ദ പ്യൂരിറ്റി ഓഫ് കൾച്ചർ. നമ്മുടെ കൾച്ചറിന്റെ പ്യൂരിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ എന്താണ്? ഒബ്സർവ് സർട്ടൻ സ്ട്രക്ചേഴ്സ്. ഇപ്പൊ നമ്മുടെ ബാക്ടീരിയാസ്, ചില ബാക്ടീരിയാസ് ഫ്ലജല്ലേറ്റഡ് ആയിരിക്കും. ദെൻ ചിലതിന് ക്യാപ്സ്യൂൾസ് ഉണ്ടായിരിക്കും, എൻഡോസ്പോർ ഫോമിംഗ് ആയിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ സ്റ്റെയിനിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ സ്റ്റെയിൻസ് അതുപോലെ ഡൈസ് ഇത് രണ്ടും കേട്ടിട്ടുണ്ടാകും. രണ്ടും എന്താണ്? കളർ കൊടുക്കുന്ന സബ്സ്റ്റൻസ് ആണ്. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല്, ഡൈസ് എന്ന് പറഞ്ഞാല് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സാധാരണ നമ്മൾ കളറിംഗ് പ്രോപ്പർട്ടിക്കൊക്കെ നമ്മൾ കളർ കൊടുക്കുന്ന അതിന് ഡൈസ് എന്ന് പറയും. അതായത് ഇപ്പൊ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ്, ഇപ്പൊ നമ്മൾ ക്ലോത്ത്സ്, അതിനൊക്കെ നമ്മൾ കളർ കൊടുക്കുന്നതിന് ഡൈ ചെയ്യുക എന്നാണ് പറയുക. ഒരിക്കലും അതിന് സ്റ്റെയിൻ ചെയ്യുക എന്ന് നമ്മൾ പറയില്ല. എന്നാൽ ഇൻ ദ കേസ് ഓഫ് ബാക്ടീരിയാസ്, ബാക്ടീരിയയുടെ കേസിൽ അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ടേമിൽ നമ്മൾ എന്താണ് പറയാ? സ്റ്റെയിൻസ് എന്നാണ് പറയാം. ഓക്കെ, ഡൈ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ എന്താണ്? അതൊരു ബയോളജിക്കൽ മെറ്റീരിയലിന് കളർ കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയാസിന് കളർ കൊടുക്കുമ്പോൾ നമ്മൾ അതിന് എന്തായി പറയും? അതിനെ ഡൈ ചെയ്യുക എന്ന് പറയില്ല. പകരം എന്താണ് നമ്മൾ പറയുക? സ്റ്റെയിൻ ചെയ്യുക എന്നാണ് പറയുക. ഓക്കെ, ദെൻ എന്താണ്? എ ഡൈ ഈസ് എ ജനറൽ പർപ്പസ് കളറിംഗ് ഏജന്റ്. ഡൈ എന്താണ്? നമ്മൾ ജനറൽ പർപ്പസ് ആയിട്ട് പറയുന്ന ഒരു കളറിംഗ് ഏജന്റ് ആണ്. whereas a stain is used for coloring biological material. നമ്മുടെ ബയോളജിക്കൽ മെറ്റീരിയലിനെ കളർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ ആ ടേമിനെയാണ് നമ്മൾ സ്റ്റെയിൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? എ സ്റ്റെയിൻ ഈസ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതിൽ എന്തൊക്കെ ഉണ്ടാകും? ഒരു ബെൻസീൻ റിംഗ് കാണും, ദെൻ ഒരു ക്രോമോഫോർ ഗ്രൂപ്പ് കാണും, ഒരു ഓക്സോക്രോം ഗ്രൂപ്പ് കാണും. ഓക്കെ, ഒരു സ്റ്റെയിനിൽ ഒരു ബെൻസീൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു ബെൻസീൻ റിംഗ് ഉണ്ടായിരിക്കും, അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ക്രോമോഫോർ ഗ്രൂപ്പും കാണും, ഒരു ഓക്സോക്രോം ഗ്രൂപ്പും കാണും. ദെൻ എന്താണ് ഈ ക്രോമോഫോർ ഗ്രൂപ്പിന്റെ ഫംഗ്ഷൻ? എന്താണ്? ഈ ക്രോമോഫോർ ഗ്രൂപ്പാണ് അതിന് കളർ നൽകാൻ, കളർ കൊടുക്കുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് ക്രോമോഫോർ ഗ്രൂപ്പാണ്. ഓക്സോക്രോം ഗ്രൂപ്പ് എന്താണ്? ഓക്സോക്രോം ഗ്രൂപ്പാണ് ഈ കളറിനെ നമ്മുടെ സെല്ലിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ബൈൻഡിങ് പ്രോപ്പർട്ടി കൊടുക്കുന്നത് എന്താണ്? ഓക്സോക്രോം ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഡൈ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ദെൻ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ഒരു ബയോളജിക്കൽ മെറ്റീരിയലിനെ കളർ ചെയ്യുമ്പോൾ അതിനെ സ്റ്റെയിൻ ചെയ്യുക എന്നാണ് പറയുക. ഇതിനൊരു സ്റ്റെയിനിൽ എന്താണ്? സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതിൽ ഒരു ബെൻസീൻ റിംഗ് ഉണ്ടായിരിക്കും, ദെൻ എന്തുണ്ടാകും? ഒരു ക്രോമോഫോർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു ഓക്സോക്രോം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ എന്താണ്? ഈ ക്രോമോഫോർ ഗ്രൂപ്പാണ്
കളറിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ദെൻ എന്താണ് ഓക്സോക്രോം ഗ്രൂപ്പ് എന്താണ് ചെയ്യുന്നത്? ഈ ക്രോമോഫോറിനെ നമ്മുടെ സെല്ലുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള അതിന് ബൈൻഡിങ് പ്രോപ്പർട്ടി കൊടുക്കുന്നത് ആരാണ്? ഓക്സോക്രോം ഗ്രൂപ്പ് ആണ്. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് ടെക്നിക്സ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് ടെക്നിക്സ്? അപ്പോ നമ്മുടെ സ്റ്റെയിനിങ് ടെക്നിക്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സിമ്പിൾ സ്റ്റെയിനിങ്. സിമ്പിൾ സ്റ്റെയിനിങ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട്? സിമ്പിൾ സ്റ്റെയിനിങ് ഉണ്ട്. ദെൻ എന്താണ് സിമ്പിൾ സ്റ്റെയിനിങ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഡയറക്റ്റ് സ്റ്റെയിനിങ് ഉണ്ട്, ഇൻഡയറക്റ്റ് സ്റ്റെയിനിങ് ഉണ്ട്. ഡയറക്റ്റ് സ്റ്റെയിനിങ്ങിന് എന്താണ് പറയുക? പോസിറ്റീവ് സ്റ്റെയിനിങ് എന്നും പറയും. ഇൻഡയറക്റ്റ് സ്റ്റെയിനിങ്ങിനെ നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ് എന്നും പറയും. ഓക്കെ, അപ്പോ ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് ടെക്നിക്സിൽ ഫസ്റ്റ് വൺ സിമ്പിൾ സ്റ്റെയിനിങ്. ഓക്കെ, സിമ്പിൾ സ്റ്റെയിനിങ് ഉണ്ട്, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ഉണ്ട്. സിമ്പിൾ സ്റ്റെയിനിങ് തന്നെ 2 തരണ്ട്. ഡയറക്റ്റ് അഥവാ പോസിറ്റീവ് സ്റ്റെയിനിങ് ടെക്നിക്സ് ആൻഡ് നെഗറ്റീവ് സ്റ്റെയിനിങ് ടെക്നിക്സ്. ദെൻ എന്താണ് സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാല്? സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ നമ്മൾ യൂസ് ഓഫ് സിംഗിൾ സ്റ്റെയിൻ. ഓക്കെ, ഒരൊറ്റ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ സ്റ്റെയിനിങ് ടെക്നിക്ക് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാല്? ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റെയിൻസ് അവിടെ യൂസ് ചെയ്യും. യൂസ് ഓഫ് 2 കോൺട്രാസ്റ്റിംഗ് സ്റ്റെയിൻസ്. ഓക്കെ, അപ്പൊ ഒന്നിൽ കൂടുതൽ സ്റ്റെയിൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്നും, ഒരൊറ്റ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്സ് ചെയ്യുന്നതെങ്കിൽ അതിന് സിമ്പിൾ സ്റ്റെയിനിങ് എന്നും പറയും. സിമ്പിൾ സ്റ്റെയിനിങ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. പോസിറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ് ആണ് നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ്. ഓക്കെ, എന്താണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്? എത്ര ടൈപ്സ് ഉണ്ട്? ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ വരുന്നതാണ് ഗ്രാം സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, then എന്താണ് സ്പെഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്സ്. ഓക്കെ, അപ്പൊ ഈ ഗ്രാം സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബാക്ടീരിയയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് സെപ്പറേറ്റിംഗ് ഇൻ ടു ഗ്രൂപ്പ്സ്, ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് ഇപ്പൊ ഗ്രാം പോസിറ്റീവ് ആണോ, ഗ്രാം നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ ആസിഡ് ഫാസ്റ്റിംഗ് ആണോ, നോൺ ആസിഡ് ഫാസ്റ്റിംഗ് ആണോ തുടങ്ങിയ പ്രോപ്പർട്ടീസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ് ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്സ് ആണ് ഫ്ലജല്ല സ്റ്റെയിൻ, ക്യാപ്സ്യൂൾ സ്റ്റെയിൻ, സ്പോർ സ്റ്റെയിൻ എന്നൊക്കെ പറയുന്നത്. അതെന്തിനാണ്? ഇപ്പൊ ബാക്ടീരിയാസിനുള്ള ചില സ്പെഷ്യൽ ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് സ്പെഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സിലബസിലേക്ക് കടക്കാം. ഇത്രയും പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഫസ്റ്റ് വൺ സിമ്പിൾ സ്റ്റെയിനിങ്. അപ്പൊ നമ്മൾ ഓരോന്നിനെ കുറിച്ചിട്ടും വിശദമായിട്ട് പഠിക്കുകയാണ്. സിമ്പിൾ സ്റ്റെയിനിങ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ? ഓൺലി എ സിംഗിൾ ഡൈ. ഓക്കെ, ഒരൊറ്റ ഡൈ മാത്രമാണ് നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ സിമ്പിൾ സ്റ്റെയിനിങ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് പ്രത്യേകിച്ച് ബാക്ടീരിയാസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യൊന്നും ചെയ്യില്ല. പകരം അവിടെ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ, ബാക്ടീരിയയെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സിമ്പിൾ ടെക്നിക്കാണ് സിമ്പിൾ സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് എ സ്റ്റെയിനിങ് മെത്തേഡ് ദാറ്റ് യൂസസ് ഓൺലി എ സിംഗിൾ ഡൈ ദാറ്റ് വിച്ച് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം. അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം വെച്ചിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയൊന്നും ചെയ്യില്ല. പകരം എന്താണ് നമ്മുടെ ബാക്ടീരിയാസിന്റെ പ്രസൻസിനെ ഒന്ന് അല്ലെങ്കിൽ ബാക്ടീരിയ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദർ ഈസ് ഓൺലി എ സിംഗിൾ സ്റ്റെയിനിങ് സ്റ്റെപ്സ് ആൻഡ് എവരിതിങ് ഈസ് സ്റ്റെയിൻഡ് വിത്ത് ദ സെയിം കളർ. എന്താണ് ഒരൊറ്റ സ്റ്റെയിൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുകയുള്ളൂ. ദെൻ എന്താണ് സെയിം കളർ, നമ്മൾ ആ സ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരൊറ്റ ഏത് കളർ കൊണ്ടാണോ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത് ആ കളറിൽ തന്നെ നമുക്ക് മൈക്രോ ഓർഗാനിസത്തെ വ്യൂ ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ എന്താണ് സിമ്പിൾ സ്റ്റെയിൻസ് ആർ യൂസ്ഡ് ടു സ്റ്റെയിൻ വൂൾ സെൽ ഓർ ടു സ്റ്റെയിൻ സ്പെസിഫിക് സെല്ലുലാർ കമ്പോണൻസ്.
ഒന്നല്ലെങ്കിൽ നമ്മൾ ആ സെല്ലിനെ, അതായത് ബാക്ടീരിയയുടെ ആ വോൾ സെല്ല് മുഴുവനായിട്ടും നമുക്കത് സ്റ്റെയിൻ ചെയ്ത് കാണാൻ കഴിയും. അല്ലെങ്കിൽ എന്താണ്, ആ ബാക്ടീരിയാസിന്റെ സ്പെഷ്യൽ സെല്ലുലാർ കമ്പോണൻസ് ഉണ്ടായിരിക്കും, അതിനെ മാത്രം കാണാൻ വേണ്ടിയിട്ടും നമ്മളിങ്ങനെ സിമ്പിൾ സ്റ്റെയിനിങ് നടത്താറുണ്ട്. then എന്താണ് നമ്മൾ പഠിച്ചു, സിമ്പിൾ സ്റ്റെയിനിങ് 2 ടൈപ്സ് ഉണ്ട്. പോസിറ്റീവ് സ്റ്റെയിനിങ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റെയിനിങ് മെത്തേഡ്. ഓക്കെ, അതെന്താണ്, അതെന്തിനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്? ഡയറക്റ്റ് സ്റ്റെയിനിങ് സ്റ്റെയിൻ ഒബ്ജക്റ്റ് അഥവാ മൈക്രോ ഓർഗാനിസത്തെ സ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. then എന്താണ് ഇൻഡയറക്റ്റ് ഓർ നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻ ബാക്ക്ഗ്രൗണ്ട്. അവിടെ മൈക്രോ ഓർഗാനിസത്തെ സ്റ്റെയിൻ ചെയ്യുന്നില്ല, പകരം എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ, മൈക്രോ ഓർഗാനിസം കളർലെസ് ആയി കാണിക്കും, പകരം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായി കാണും, കളർഫുൾ ആയി കാണും. ഓക്കെ, അത്തരം സ്റ്റെയിനിങ് മെത്തേഡ്സിനെയാണ് നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ സ്റ്റെയിനിങ് എന്താണ്, അവിടെ ഒരൊറ്റ സിംഗിൾ ഡൈ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റെയിൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. then എന്താണ് അവിടെ നമ്മൾ ഏത് കളർ കൊണ്ടാണോ സ്റ്റെയിൻ ചെയ്യുന്നത് ആ കളറിലാണ് നമ്മൾ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുക. then 2 ടൈപ്സ് ഉണ്ട്, ഡയറക്റ്റ് സ്റ്റെയിനിങ് ആൻഡ് ഇൻഡയറക്റ്റ് സ്റ്റെയിനിങ്. ഡയറക്റ്റ് സ്റ്റെയിനിങ്ങിന്റെ മറ്റൊരു പേരാണ് പോസിറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ്. പോസിറ്റീവ് സ്റ്റെയിനിങ്ങിൽ എന്താണ് സ്റ്റെയിൻ ഒബ്ജക്റ്റ് ഓർ സ്റ്റെയിനിങ് മൈക്രോ ഓർഗാനിസം. then ഇൻഡയറക്റ്റ് ഓർ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ എന്താണ് it stain background, not the microorganism, but staining the background. Okay. ഇതാ ഇവിടെ നോക്കൂ, ഇതിൽ കണ്ടാൽ മനസ്സിലാകും. ഓക്കെ, ഇതെന്താണ്, ഇത് ഡയറക്റ്റ് സ്റ്റെയിനിങ് ആണ്. ഈ ഡയറക്റ്റ് സ്റ്റെയിനിങ്ങിന്റെ പ്രത്യേകത എന്താണ്, അവിടെ ബാക്ടീരിയയുടെ സെല്ലാണ് കളർഫുൾ ആയിട്ട് കാണുന്നത്. then ഇവിടെ ഇൻഡയറക്റ്റ് സ്റ്റെയിനിങ്, ഓക്കെ, അഥവാ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ എന്താണ് ഇവിടെ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർഫുൾ ആയിട്ട് കാണുന്നുണ്ട്, എന്നാൽ മൈക്രോ ഓർഗാനിസം എന്താണ് അവിടെ കളർലെസ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പോസിറ്റീവ് സ്റ്റെയിനിങ്ങിൽ മൈക്രോ ഓർഗാനിസം കളർഫുൾ ആയിട്ടും നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ മൈക്രോ ഓർഗാനിസം കളർലെസ് ആയിട്ടും പകരം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർഫുൾ ആയിട്ടും കാണുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ എന്താണ് അതിലെ പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് സ്റ്റെയിനിങ് അഥവാ പോസിറ്റീവ് സ്റ്റെയിനിങ്. പോസിറ്റീവ് സ്റ്റെയിനിങ്ങിൽ എന്താണ് നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്സ് ദാറ്റ് സ്റ്റെയിൻ ദ ബാക്ടീരിയൽ സെൽ ഇൻ സിംഗിൾ കളർ. ഡയറക്റ്റ് സ്റ്റെയിനിങ് അഥവാ പോസിറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡിൽ ബാക്ടീരിയയുടെ സെല്ലിനാണ് നമ്മൾ കളർ നൽകുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. മെനി ഓഫ് ദ ബാക്ടീരിയൽ സ്റ്റെയിൻസ് ആർ ബേസിക് കെമിക്കൽസ്. നമ്മൾ യൂസ് ചെയ്യുന്ന, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസ് എല്ലാം തന്നെ എന്താണ് ബേസിക് കെമിക്കൽസ് ആണ്, അതിന് ബേസിക് നേച്ചർ ആണ്. ഓക്കെ, then എന്താണ് ദിസ് ബേസിക് ഡൈസ് റിയാക്ട് വിത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ബാക്ടീരിയൽ സൈറ്റോപ്ലാസം ആൻഡ് ഓർഗാനിസം ബിക്കം ഡയറക്ട്ലി സ്റ്റെയിൻഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാക്ടീരിയയുടെ സെൽ എന്താണ്, ബാക്ടീരിയയുടെ സെൽ എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ആണ്. ഓക്കെ, അസിഡിക് നേച്ചർ ആയത് കൊണ്ട് തന്നെ അതിന് എന്താണ്, അതിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ബാക്ടീരിയയുടെ സെല്ലിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈ പോസിറ്റീവ് ഡൈ ഉണ്ട്, നെഗറ്റീവ് ഡൈ ഉണ്ട്, അഥവാ ബേസിക് ഡൈ ഉണ്ട്, അസിഡിക് ഡൈ ഉണ്ട്. ബേസിക് ഡൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബേസിക് ഡൈയുടെ അല്ലെങ്കിൽ ബേസിക് സ്റ്റെയിനിന്റെ ചാർജ് എന്താണ്, ബേസിക് സ്റ്റെയിനിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. നമ്മുടെ ബാക്ടീരിയയുടെ സെല്ലിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും ചാർജുകൾ തമ്മിൽ എന്താണ് അവിടെ അട്രാക്ഷൻ ആണ് നടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ടീരിയയുടെ സെല്ല് എന്താണ് ഈ സ്റ്റെയിനിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഈ ബാക്ടീരിയയുടെ സെല്ല് കളർഫുള്ളായി കാണപ്പെടുന്നു. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അതായത് ഡയറക്റ്റ് സ്റ്റെയിനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈ എന്ന് പറയുന്നത്, ഡൈ അഥവാ സ്റ്റെയിൻ എന്ന് പറയുന്നത് എന്താണ്, ബേസിക് ഡൈ ആണ്, അല്ലെങ്കിൽ ബേസിക് ഡൈസ് ആണ്, നമ്മൾ ബേസിക് നേച്ചർ ഉള്ള ഡൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഡൈസിന്റെ ചാർജ് എന്താണ്, ചാർജ്
പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, നമ്മുടെ ബാക്ടീരിയ സെല്ലിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അതൊരു അസിഡിക് പ്രോപ്പർട്ടി ആണ് നമ്മുടെ ബാക്ടീരിയക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ സെൽ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നമ്മൾ പോസിറ്റീവ് ചാർജ് ഉള്ള സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് നെഗറ്റീവ് ചാർജ് ഉള്ള ബാക്ടീരിയയെ സ്റ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ അട്രാക്ഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ടീരിയയുടെ സെൽ എന്താണ്? ഈ സ്റ്റെയിനിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും അതുവഴി ബാക്ടീരിയ ഈ സ്റ്റെയിനിന്റെ കളറായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ മെത്തിലീൻ ബ്ലൂ, ക്രിസ്റ്റൽ വയലറ്റ് ആൻഡ് ബേസിക് ഫുക്സിൻ. ഓക്കെ, ഏതൊക്കെയാണ്? മെത്തിലീൻ ബ്ലൂ, ക്രിസ്റ്റൽ വയലറ്റ്, ബേസിക് ഫുക്സിൻ. ഓക്കെ, അപ്പൊ ഇവയെല്ലാം എന്താണ്? ബേസിക് ഡൈസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ബേസിക് ഡൈ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്ടീരിയയുടെ സെല്ലിനെ സ്റ്റെയിൻ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് പോസിറ്റീവ് സ്റ്റെയിനിങ് എന്ന് മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഈ ഫിഗർ നോക്കൂ. ഈ ഫിഗറിൽ കണ്ടോ, ബാക്ടീരിയ എന്താണ്? ബാക്ടീരിയാസ് ആണ് ഇവിടെ ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കൂ. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറാണ്, കളർലെസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ ബാക്ടീരിയാസ് കളർഫുൾ ആയിട്ട് കാണപ്പെടും, ബ്ലൂ കളറിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ അതാണ് പോസിറ്റീവ് സ്റ്റെയിനിങ്ങിൽ പഠിക്കാനുള്ളത്. ദെൻ അടുത്തതാണ് ഇൻഡയറക്റ്റ് സ്റ്റെയിനിങ് അഥവാ നെഗറ്റീവ് സ്റ്റെയിനിങ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിന്റെ പ്രത്യേകതയിൽ എന്താണ്? മറ്റേതിന് നേരെ ഓപ്പോസിറ്റ്. അതായത് ഇവിടെ എന്താണ്? നമ്മൾ പറഞ്ഞു ബാക്ടീരിയയുടെ സെല്ലിന്റെ നേച്ചർ എന്താണ്? അസിഡിക് നേച്ചർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചാർജ് ആണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ഡൈ ആണ് അല്ലെങ്കിൽ ഏത് സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുക? അസിഡിക് സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുക. അപ്പൊ അസിഡിക് സ്റ്റെയിനിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ആ നെഗറ്റീവ് ചാർജ് ഉള്ള അസിഡിക് സ്റ്റെയിനുമായിട്ട് നമ്മുടെ നെഗറ്റീവ് ചാർജ് ഉള്ള ബാക്ടീരിയ സെല്ല് സ്റ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കാം? അവിടെ റിപ്പൽഷൻ ആണ് അല്ലെ? സെയിം ചാർജസ് വന്ന് അവിടെ റിപ്പൽഷൻ ആണ് നടക്കുക. അപ്പൊ അവിടെ നമ്മുടെ ബാക്ടീരിയ എന്താണ്? ചാർജിനെ അബ്സോർബ് ചെയ്യില്ല, സ്റ്റെയിനിനെ അബ്സോർബ് ചെയ്യില്ല. അപ്പൊ അവിടെ ബാക്ടീരിയ കളർലെസ് ആയി കാണപ്പെടും. പകരം നമ്മുടെ ബാക്ടീരിയാസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആ ബാക്ക്ഗ്രൗണ്ട് എന്തായി കാണപ്പെടും? നമ്മുടെ സ്റ്റെയിനിന്റെ കളറായി കാണിക്കപ്പെടും. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യപ്പെടും, എന്നാൽ നമ്മുടെ ബാക്ടീരിയ മൈക്രോ ഓർഗാനിസം എന്താണ്? കളർലെസ് ആയിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഇൻഡയറക്റ്റ് സ്റ്റെയിനിങ് അഥവാ നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇൻ ദി സ്റ്റെയിനിങ് പ്രോസസ് ഇൻസ്റ്റെഡ് ഓഫ് സെൽസ് ബാക്ക്ഗ്രൗണ്ട് ഈസ് സ്റ്റെയിനഡ്. ഈ സ്റ്റെയിനിങ് പ്രോസസ്സിൽ നമ്മുടെ സെൽസിന് പകരം എന്താണ് സ്റ്റെയിൻ ചെയ്യപ്പെടുന്നത്? ബാക്ക്ഗ്രൗണ്ട് ആണ് സ്റ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഹിയർ ആൻ അസിഡിക് ഡൈ ലൈക്ക് ഇഗ്രോസിൻ, ഇന്ത്യ ഇങ്ക്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്തിന് എക്സാമ്പിൾസ്? നമ്മുടെ നെഗറ്റീവ് സ്റ്റെയിനിങ് അല്ലെങ്കിൽ നമ്മുടെ അസിഡിക് ഡൈസിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? നിഗ്രോസിൻ, ഇന്ത്യ ഇങ്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്താണ്? ഇവിടെ ഇത്തരം അസിഡിക് ഡൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെഗ്രോസിൻ, നൈഗ്രോസിൻ, ഇന്ത്യ ഇങ്ക് എന്നൊക്കെ പറഞ്ഞ അസിഡിക് ഡൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അസിഡിക് സ്റ്റെയിൻസ് ക്യാരീസ് എ നെഗറ്റീവ് ചാർജ് ആൻഡ് റിപ്പൽഡ് ബൈ ദ ബാക്ടീരിയ. നമ്മുടെ അസിഡിക് സ്റ്റെയിൻസിന് എന്ത് ചാർജ് ആണുള്ളത്? നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അതെന്താണ്? റിപ്പൽഡ് ബൈ ദ ബാക്ടീരിയ. കാരണം എന്താണ്? റീസൺ എന്താണ്? നമ്മുടെ ബാക്ടീരിയയുടെ സെല്ലിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോ നമ്മുടെ അസിഡിക് സ്റ്റെയിൻസിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അതിനാൽ അത് റിപ്പൽഷൻ നടക്കുന്നത്, റിപ്പൽ ചെയ്യപ്പെടുന്നു. വിച്ച് ആൾസോ ക്യാരി എ നെഗറ്റീവ് ചാർജ് ഓൺ ദയർ സർഫസ്. ഓക്കെ, എന്താണ്? ഹെൻസ് അസിഡിക് ഡൈ ഡു നോട്ട് സ്റ്റെയിൻ ബാക്ടീരിയ. അപ്പൊ അസിഡിക് ഡൈസിന് ബാക്ടീരിയയെ സ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഫോം എ ഡെപ്പോസിറ്റ് അറൌണ്ട് ദ ഓർഗാനിസം. അപ്പൊ നമ്മുടെ സ്റ്റെയിൻസ് എവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും? നമ്മുടെ ഓർഗാനിസത്തിന്റെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ എന്താണ്? അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് എന്താണ്? സ്റ്റെയിൻ ചെയ്യപ്പെടും. നമ്മുടെ ബാക്ടീരിയ എന്തായി മാറപ്പെടും? കളർലെസ് ഓർ ട്രാൻസ്പാരന്റ് അപ്പോൺ എക്സാമിനേഷൻ. അപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ എന്താണ്? നമ്മുടെ ബാക്ടീരിയ കളർലെസ് അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് ആയിട്ട് കാണപ്പെടും. പകരം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? കളർഫുൾ ആയിട്ട് കാണപ്പെടും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ നെഗറ്റീവ് സ്റ്റെയിനിങ് അഥവാ ഇൻഡയറക്റ്റ് സ്റ്റെയിനിങ് മെത്തേഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ ഈ ഫിഗർ നോക്കൂ. ഈ ഫിഗറിൽ നോക്കൂ, നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് എന്താണ്? നമ്മുടെ ബാക്ടീരിയാസ് കളർലെസ് ആയിട്ട് കാണപ്പെടുന്നു. പകരം ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഒരു ബ്ലൂ കളറിൽ കാണപ്പെടുന്നു. ഓക്കെ, ഓക്കെ ആയല്ലോ. അപ്പൊ എന്താണ് പോസിറ്റീവ് സ്റ്റെയിനിങ്, എന്താണ് നെഗറ്റീവ് സ്റ്റെയിനിങ് എന്നൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ,
ദെൻ നമ്മളിപ്പോ ഈ സ്റ്റെയിനിങ് ടെക്നിക്സ് എന്നൊക്കെ നമ്മൾ ഇപ്പൊ എന്താണ് സ്റ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിന് ഫസ്റ്റ് നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുക, കുറെ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ്, നമുക്ക് നമ്മുടെ സാമ്പിൾ, അപ്പൊ നമ്മൾ ഈ സ്റ്റെയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്റ്റെയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിന്റെ സ്മിയർ പ്രിപ്പയർ ചെയ്യണം. എന്താ സ്മിയർ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുക. ഓക്കെ, എന്താണ് ഒരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുക. ഈ ഗ്ലാസ് സ്ലൈഡിന്റെ സെന്ററിൽ എന്ത് ചെയ്യുക, നമ്മുടെ സാമ്പിൾ ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ എന്താണ്, അത് നന്നായിട്ട് എയർ ഡ്രൈ ചെയ്യുക. ഓക്കെ, എയർ ഡ്രൈ ചെയ്യുക. ദെൻ അതിന് ഫിക്സേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. ഓക്കെ, എന്തിനാണ് ഈ ഫിക്സേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ചെയ്യുന്നത്, നമ്മുടെ ഈ സാമ്പിൾ നന്നായിട്ട് അതിൽ ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ എന്താണ്, നന്നായിട്ട് എയർ ഡ്രൈ ചെയ്യുക. അതായത് നമ്മൾ ഒരുപാട് തവണ നന്നായിട്ട് ഇത് വാഷ് ചെയ്യും ഒക്കെ ചെയ്യും ഈ പ്രൊസീജിയറിൽ. അപ്പൊ അതിലൊന്നും നമ്മുടെ ഈ എന്താണ്, നമ്മുടെ ഈ സാമ്പിൾ വാഷ് ഔട്ട് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അതിനെ ഫിക്സേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അത് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ഹീറ്റ് ഫിക്സേഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിക്സേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഫിസിക്കൽ ഫിക്സേഷൻ മെത്തേഡ്സ് ഉണ്ട്, കെമിക്കൽ ഫിക്സേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ കെമിക്കൽ മെത്തേഡ്സിൽ നമ്മൾ എന്താണ്, കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് അതിനെ ഫിക്സ് ചെയ്യാണ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പോലുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് അതിന് ഫിക്സേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കെമിക്കൽ ഫിക്സേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ദെൻ ഫിസിക്കൽ ഫിക്സേഷൻ പ്രോസസ്സിൽ എന്താണ്, നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഹീറ്റ് അല്ലെങ്കിൽ സ്റ്റീം ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ അങ്ങനെ ഫിക്സേഷൻ ചെയ്ത ശേഷമാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്, സ്റ്റെയിൻ ആഡ് ചെയ്യേണ്ടത്. ദെൻ സ്റ്റെയിൻ ആഡ് ചെയ്യാം. ദെൻ എന്താണ്, നമ്മൾ മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ആദ്യം സ്മിയർ പ്രിപ്പറേഷൻ, ദെൻ എയർ ഡ്രൈ, ദെൻ എന്താണ് ഫിക്സേഷൻ ചെയ്യുക, ദെൻ സ്റ്റെയിൻ ആഡ് ചെയ്യുക, മൈക്രോസ്കോപ്പിലൂടെ വ്യൂ ചെയ്യാം. ഓക്കെ, ദെൻ എന്താണ്, നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ നമ്മൾ 2 ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് മെത്തേഡ്സ് പഠിച്ചു. ഓക്കെ, ഏതൊക്കെ, പോസിറ്റീവ് സ്റ്റെയിനിങ്ങും നെഗറ്റീവ് സ്റ്റെയിനിങ്ങും. ഇതിലെ പോസിറ്റീവ് സ്റ്റെയിനിങ്ങിൽ നമ്മൾ ഇവിടെ ഹീറ്റ് ഫിക്സേഷൻ നടത്തും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ബാക്ടീരിയസിന്റെ സെൽസിന് ചില മോർഫോളജിക്കൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാകും, അതിന്റെ സെൽസിൽ ചില അൾട്രേഷൻസ് വന്നിട്ടുണ്ടാകും. എന്നാൽ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ എന്താണ്, നമ്മൾ യാതൊരുവിധ ഫിക്സേഷൻ പ്രോസസ്സും നടത്തുന്നില്ല. ഓക്കെ, അവിടെ നമ്മൾ ഫിക്സേഷൻ പ്രോസസ്സ് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാകും, അതിന് യാതൊരുവിധ ചേഞ്ചും വന്നിട്ടുണ്ടാകില്ല. അപ്പൊ നമുക്ക് എന്താണ്, ബാക്ടീരിയാസിന്റെ ഫിസിക്കൽ ചേഞ്ചസ് നമുക്ക് എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്താണ്, ഇൻഡയറക്റ്റ് സ്റ്റെയിനിങ് അഥവാ നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡാണ്. കാരണം എന്താണ്, അവിടെ ഫിക്സേഷൻ പ്രോസസ്സ് നടത്താത്തത് കൊണ്ട് തന്നെ അതിന് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും അതിന്റെ സ്ട്രക്ചറിന് വന്നിട്ടുണ്ടാകില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ക്ലിയർ ആയിട്ട് നമുക്ക് അതിന്റെ സ്ട്രക്ചർ നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഫിക്സിംഗ് ദ സ്മിയർ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഫിക്സേഷൻ, നമ്മൾ സ്റ്റെയിനിങ്ങിന്റെ മുന്നേ നമ്മൾ ഫിക്സേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അപ്പോ ഇറ്റ് കിൽസ് ദ മൈക്രോ ഓർഗാനിസം. ഫസ്റ്റ് വൺ എന്താണ്, മൈക്രോ ഓർഗാനിസത്തെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇറ്റ് കിൽസ് ദ മൈക്രോ ഓർഗാനിസം, ഇറ്റ് കേസസ് ദ ഓർഗാനിസം ടു അഡർ ടു ദ സ്ലൈഡ്. നമ്മുടെ സ്ലൈഡിൽ നന്നായിട്ട് അതിനെ പറ്റിപ്പിടിക്കാൻ, ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് നന്നായിട്ട് അത് വാഷ് ഔട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സേഷൻ ചെയ്യുന്നത്. ദെൻ എന്താണ്, ഇറ്റ് അൾട്ടേഴ്സ് ദ ഓർഗാനിസം സോ ദാറ്റ് ദേ മോർ റെഡിലി അക്സെപ്റ്റ് സ്റ്റെയിൻസ് ഡൈസ്. അങ്ങനെ ഫിക്സേഷൻ ചെയ്താൽ എന്താണ്, നമ്മുടെ ഡൈസിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് സ്റ്റെയിൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ സ്ലൈഡ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ സ്മിയറിന് കഴിയും. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സേഷൻ പ്രോസസ് ചെയ്യുന്നത്, ഇറ്റ് കിൽസ് ദ മൈക്രോ ഓർഗാനിസം. ദെൻ സെക്കൻഡ് വൺ എന്താണ്, പറഞ്ഞു നോക്കൂ, ഇറ്റ് കേസസ് ദ ഓർഗാനിസം ടു അഡർ ടു ദ സ്ലൈഡ്. നമ്മുടെ സ്ലൈഡിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ എന്താണ്, നമ്മുടെ സ്റ്റെയിൻസിനെ നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റെയിനിങ്ങിന്റെ മുന്നേ ചെയ്യുന്നത്. ഓക്കെ ആയല്ലോ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയല്ലോ. അപ്പൊ ഫസ്റ്റ് അടുത്ത് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റെയിനിങ് മെത്തേഡ്സിൽ ഫസ്റ്റ് വൺ സിമ്പിൾ സ്റ്റെയിനിങ് മെത്തേഡ്സ് പഠിച്ചു. അതിൽ തന്നെ പോസിറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ്സും പഠിച്ചു, നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ്സും പഠിച്ചു.
പോസിറ്റീവ് സ്റ്റെയിനിങ്ങിൽ എന്താണ്, നമ്മൾ അവിടെ ബേസിക് ഡൈസ് ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ നെഗറ്റീവ് ചാർജ് ഉള്ള സെല്ലുമായിട്ട്, ബാക്ടീരിയയുടെ സെല്ലുമായിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ബാക്ടീരിയ കളർഫുൾ ആയിട്ടും ബാക്ക്ഗ്രൗണ്ട് കളർലെസ് ആയിട്ടും കാണപ്പെടും. ദെൻ നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡിൽ എന്താണ്, നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡിൽ നമ്മൾ എന്ത് ഡൈ ആണ് യൂസ് ചെയ്യുന്നത്, അസിഡിക് ഡൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അസിഡിക് ഡൈസിന്റെ പ്രത്യേകത എന്താണ്, അസിഡിക് ഡൈസിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. നമ്മുടെ ബാക്ടീരിയയുടെ സെല്ലിനും നെഗറ്റീവ് ചാർജ് ആണ്, അവിടെ റിപ്പൽഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ സെല്ല് സ്റ്റെയിൻ ചെയ്യപ്പെടുന്നില്ല, പകരം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റെയിൻ ചെയ്യപ്പെടുന്നു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർഫുൾ ആയിട്ടും ദെൻ മൈക്രോ ഓർഗാനിസത്തെ കളർലെസ് ആയിട്ടും കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ദെൻ അടുത്ത ടൈപ്പ് ആണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. ഓക്കെ, ഈ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിന്റെ പ്രത്യേകത എന്താണ്, ഇവിടെ മൈക്രോ ഓർഗാനിസത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്, അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ നമുക്ക് പ്രത്യേകിച്ച് അതിന് ഏത് ടൈപ്സ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് മൈക്രോ ഓർഗാനിസം ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ തുടങ്ങിയ അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എന്താണ് അതിനെ സ്റ്റെയിൻ ചെയ്യിക്കാൻ പറ്റും ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ. ഓക്കെ, അപ്പൊ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ വരുന്ന ഒരു ടൈപ്പാണ് ഗ്രാം സ്റ്റെയിനിങ്. ഓക്കെ, അപ്പൊ ഈ ഗ്രാംസ് സ്റ്റെയിനിങ് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്, ഇൻ 1800 ക്രിസ്ത്യൻ ഗ്രാം. ഓക്കെ, ആരാണ്, ക്രിസ്ത്യൻ ഗ്രാം ആണ്. ക്രിസ്ത്യൻ ഗ്രാം ഒബ്സർവ്ഡ് ദാറ്റ് സം ജനറ ഓഫ് ബാക്ടീരിയ റീടൈൻഡ് എ ഡൈ അയഡിൻ കോംപ്ലക്സ് വെൻ റിൻസ്ഡ് വിത്ത് ആൽക്കഹോൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പൊ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് ആരാണ്, ഗ്രാം സ്റ്റെയിൻ, ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്, ചില ബാക്ടീരിയാസ് എന്ത് ചെയ്യുന്നില്ല, ചില ബാക്ടീരിയ, അതായത് ബാക്ടീരിയയെ നമ്മൾ സ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ചില ഡൈസ് സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് അതിനെ സ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ അയഡിനുമായിട്ട് അതിനെ റിയാക്ട് ചെയ്യിപ്പിച്ചു. ഇതിന് എന്തുണ്ടാകും, ഒരു ഡൈ അയഡിൻ കോംപ്ലക്സ് ഉണ്ടാകും. ഇതിന് എന്താണ്, ഈ ഡൈ അയഡിൻ കോംപ്ലക്സിനെ നമ്മൾ ആൽക്കഹോൾ വെച്ചിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പൊ ആൽക്കഹോൾ വെച്ച് ട്രീറ്റ് ചെയ്തപ്പോ നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ചില ബാക്ടീരിയാസ് എന്ത് കാണിച്ചു, അതിന്റെ കളർ നഷ്ടപ്പെടാതെ നമ്മൾ ഏത് ഡൈ വെച്ചിട്ടാണോ അതിനെ സ്റ്റെയിൻ ചെയ്തത് ആ കളറിൽ തന്നെ അത് കാണപ്പെട്ടു. എന്നാൽ ചില ബാക്ടീരിയാസ് എന്തായി, നമ്മൾ ഡീകളറൈസ് ചെയ്തപ്പോ അഥവാ ആൽക്കഹോൾ വെച്ച് ട്രീറ്റ് ചെയ്തപ്പോ ഈ ഡൈ അയഡിൻ കോംപ്ലക്സിൽ നിന്നും അതിന്റെ കളർ നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്രാം സ്റ്റെയിൻ മെത്തേഡ് അദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ നമുക്ക് വിശദമായിട്ട് പറയും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ് കണ്ടെത്തിയത് ആരാണ്, ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്, അദ്ദേഹം കുറച്ച് ബാക്ടീരിയാസിനെ സ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ഇതിന് എന്താണ്, അയഡിൻ എന്ന് പറഞ്ഞ കോംപ്ലക്സുമായിട്ട് അതിനെ മിക്സ് ചെയ്തു. അപ്പൊ ഒരു ഡൈ അയഡിൻ കോംപ്ലക്സ് ഉണ്ടായി. ഈ കോംപ്ലക്സിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്തു, ആൽക്കഹോളുമായിട്ട് ട്രീറ്റ് ചെയ്തു. അങ്ങനെ ആൽക്കഹോളുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോ ഒരു വിഭാഗം ബാക്ടീരിയാസിന്റെ കളർ, ഓക്കെ, ആ സ്റ്റെയിൻ ചെയ്ത് കിട്ടിയ ആ ഒരു കോംപ്ലക്സിലെ കളർ നഷ്ടപ്പെട്ടു. എന്നാൽ ചില ബാക്ടീരിയാസ് എന്താണ്, അതിന്റെ കളർ നഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കളർ നഷ്ടപ്പെടാത്ത ബാക്ടീരിയാസിനെ അദ്ദേഹം ഗ്രാം പോസിറ്റീവ് എന്നും, എന്നാൽ കളർ നഷ്ടപ്പെട്ട ബാക്ടീരിയാസിനെ അദ്ദേഹം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നും അദ്ദേഹം എന്താക്കി, അദ്ദേഹം അതിനെ തരംതിരിച്ചു. ഓക്കെ, അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡിൽ എന്താണ് പറയുന്നത്, ഇവിടെ ഫസ്റ്റ് വൺ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ്ങിൽ, അതായത് നമ്മളിപ്പോ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്സിൽ നമ്മൾ പഠിച്ചു, അവിടെ എന്താണ്, ഒന്നിൽ കൂടുതൽ സ്റ്റെയിൻസ്, ഒന്നിൽ കൂടുതൽ ഡൈസ് നമ്മൾ യൂസ് ചെയ്യും. എന്നാൽ സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ എന്താണ്, സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ നമ്മൾ ഒരൊറ്റ ഡൈ മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ. ഇവിടെ നമ്മൾ എന്താണ്, ഒന്നിൽ കൂടുതൽ ഡൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു പ്രൈമറി സ്റ്റെയിൻ, ഈ ഡൈസ് എന്ന് പറയുന്നത് ഡൈ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെയിൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, മനസ്സിലാക്കണം. അപ്പോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു പ്രൈമറി സ്റ്റെയിൻ യൂസ് ചെയ്തു, അതിന്റെ പേരാണ് ക്രിസ്റ്റൽ വയലറ്റ്. അപ്പൊ ഗ്രാം സ്റ്റെയിനിങ്ങിലെ പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ക്രിസ്റ്റൽ വയലറ്റ് നമ്മൾ യൂസ് ചെയ്തു.
ദെൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു? അയഡിൻ സൊല്യൂഷൻ. ഓക്കെ, അയഡിൻ സൊല്യൂഷൻ എന്തായിട്ടാണ് അയഡിൻ സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു മോർഡന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ മോർഡന്റ് എന്ന് പറഞ്ഞാല്? മോർഡന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ സ്റ്റെയിന് സെല്ലുമായിട്ട് നന്നായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് മോർഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏതാണ് മോർഡന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഗ്രാം സ്റ്റെയിനിങ്ങിൽ അയഡിൻ സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാക്ടീരിയ സാമ്പിൾ എടുത്തു, നമ്മൾ അതിക്ക് പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്തു, ദെൻ എന്താണ് മോർഡന്റ് ആഡ് ചെയ്തു. ഓക്കെ, ദെൻ എന്താണ് അവിടെ ഒരു ഡൈ അയഡിൻ കോംപ്ലക്സ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രൈമറി സ്റ്റെയിൻ പ്ലസ് അയഡിൻ കോംപ്ലക്സ് ഫോം ചെയ്തു. ദെൻ എന്താണ് നമ്മൾ ഒരു ഡീകളറൈസർ ആഡ് ചെയ്തു. ഡീകളറൈസർ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എഥനോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നോക്കുക, നമ്മൾ ഡീകളറൈസർ ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കൂ, അപ്പൊ നമ്മൾ ഡീകളറൈസർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്താണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കളർ നഷ്ടപ്പെട്ടില്ല. എന്നാൽ നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് എന്ത് സംഭവിച്ചു? അതിന്റെ കളർ ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു. ഓക്കെ, ദെൻ നമ്മളൊരു സെക്കൻഡറി സ്റ്റെയിൻ അഥവാ കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറയും. സെക്കൻഡറി സ്റ്റെയിൻ അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് നമ്മളൊരു സഫ്രാനിൻ യൂസ് ചെയ്തു. സഫ്രാനിൻ യൂസ് ചെയ്തപ്പോ എന്ത് പറ്റി? നമ്മൾ എന്താണ് നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കളറ് നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കളർ നമ്മൾ ഡീകളറൈസ് ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു. അപ്പൊ എന്താ നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഈ സഫ്രാനിന്റെ കളർ എടുക്കും. അതായത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് കളർ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഡീകളറൈസ് ആഡ് ചെയ്തപ്പോ. അപ്പൊ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നമ്മൾ സെക്കൻഡറി കളർ കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്യുമ്പോൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആ കൗണ്ടർ സ്റ്റെയിനിന്റെ കളർ കാണിക്കും, സഫ്രാനിന്റെ കളർ കാണിക്കും, അഥവാ പിങ്ക് കളറിൽ കാണപ്പെടും. എന്നാൽ നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്താണ്? അവർക്ക് ആൾറെഡി കളർ ഉണ്ട്, ഡീകളറൈസ് ചെയ്തപ്പോഴൊന്നും അതിലെ കളർ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കളർ എന്തായിട്ട് കാണപ്പെടും? നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്താലും അതിന്റെ കളർ എന്തുമായിട്ട് തന്നെ കാണപ്പെടും? ആ ഒരു വയലറ്റ്, ക്രിസ്റ്റൽ വയലറ്റിന്റെ ആ വയലറ്റ് കളർ ആയിട്ട് തന്നെ കാണപ്പെടും. അപ്പൊ ഇതാണ് ഇതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോ നമുക്കിനി നോക്കാം. ഒന്നും കൂടി പറയാണ്. അപ്പൊ എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് നമ്മൾ പറഞ്ഞു. ദ ഡിഫറൻസ് ഇൻ ഡൈ റീടെൻഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ സച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആസ് thickness, density, porosity and integrity of the bacterial cell wall as well as its chemical composition. അപ്പൊ ഒരു നമ്മൾ പറഞ്ഞു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഡീകളറൈസ് ആഡ് ചെയ്തപ്പോ അതിന്റെ കളർ നഷ്ടപ്പെട്ടില്ല. നമ്മൾ പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്ത് അതിന് കളർ കൊടുത്തിട്ട് ഡീകളറൈസ് ആഡ് ചെയ്തപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കളർ നഷ്ടപ്പെട്ടില്ല. എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കളർ എന്തായി? അത് നഷ്ടപ്പെട്ടു. ഓക്കെ, ഈ ഫിഗർ നോക്കട്ടോ. ഈ ഫിഗർ കണ്ടാ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇതൊരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ സെൽ, ഇതൊരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ സെൽ. ഓക്കെ, നമ്മൾ എന്താണ് അതിനെ ഫസ്റ്റ് നമ്മൾ സാമ്പിൾ എടുത്തു. ആദ്യം സ്മിയർ പ്രിപ്പയർ ചെയ്യണം. അതിനെന്താണ് നമ്മൾ സാമ്പിൾ എടുത്തു. ഇതിനെന്താണ് വാച്ച് ഗ്ലാസ്സിൽ നമ്മുടെ ഗ്ലാസ് സ്ലൈഡിൽ സാമ്പിൾ എടുത്തു. അതിനെ ഹീറ്റ് ഫിക്സേഷൻ നടത്തി. ഓക്കെ, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള പ്രോസസ് ആണ്. ദെൻ അടുത്തതാണ് നമ്മൾ സ്റ്റെയിനിങ് പ്രോസസ്സ് വരുന്നത്. നമ്മൾ ഏത് സ്റ്റെയിൻ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്? പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ്ങിൽ പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്? ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്തു. ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്താണ്? പർപ്പിൾ കളറിൽ കാണപ്പെട്ടു. നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും എന്ത് കളറിൽ കാണപ്പെട്ടു? പർപ്പിൾ കളറിൽ കാണപ്പെട്ടു. ദെൻ നമ്മൾ എന്താണ് ഒരു അയഡിൻ മോർഡന്റ്, അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്തു. മോർഡന്റ് എന്തിനാണ് മോർഡന്റ് ആഡ് ചെയ്യുന്നത്? ഈ സ്റ്റെയിൻ നന്നായിട്ട് നമ്മുടെ സെല്ലിൽ പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോർഡന്റ് ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഏതാണ് ആഡ് ചെയ്തത്? അയഡിൻ സൊല്യൂഷൻ ആണ് ആഡ് ചെയ്തത്. അങ്ങനെ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്തപ്പോഴും ഗ്രാം പോസിറ്റീവ് എന്താണ്? പർപ്പിൾ കളറിൽ കാണപ്പെട്ടു. ഗ്രാം നെഗറ്റീവും പർപ്പിൾ കളറിൽ കാണപ്പെട്ടു. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ദെൻ നമ്മൾ എത്തനോൾ ആഡ് ചെയ്തു. എത്തനോൾ എന്താണ്? ഡീകളറൈസിങ് ഏജന്റ് ആണ്. ഇവിടെ ഡീകളറൈസിങ് ഏജന്റ് ആയിട്ട് എത്തനോൾ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്തായി? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ പർപ്പിൾ കളറിൽ തന്നെ കാണപ്പെട്ടു. എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്തായി? അതിന്റെ കളർ നഷ്ടപ്പെട്ടു. ഓക്കെ, അതിന്റെ ആ പർപ്പിൾ കളർ മാറി, അത് കളർലെസ് ആയി മാറി. ഓക്കെ, ദെൻ നമ്മൾ സെക്കൻഡറി സ്റ്റെയിൻ അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്തു.
ഇവിടെ ഗ്രാം സ്റ്റെയിനിങ്ങിൽ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? സഫ്രാനിൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ സഫ്രാനിൻ ആഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ഗ്രാം പോസിറ്റീവിന് എന്തുണ്ട്? ഓൾറെഡി പർപ്പിൾ കളർ ഉണ്ട്. അത് വീണ്ടും കളർ ആഡ് ചെയ്യോ? വീണ്ടും നമ്മുടെ സഫ്രാനിന്റെ കളർ എടുക്കോ? ഇല്ല, അതിനാവശ്യമില്ല. അത് ഓൾറെഡി കളേർഡ് ആണ്. അതുകൊണ്ട് അതെന്താണ്? സഫ്രാനിന്റെ കളർ എടുക്കില്ല. എന്നാൽ നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഇവിടെ കളർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ത് ചെയ്യും? നമ്മുടെ ഈ സഫ്രാനിന്റെ കളറ് അത് എടുത്തിട്ട് അത് ഒരു റെഡ് ഓർ പിങ്ക് കളർ, സാധാരണ ഒരു പിങ്ക് കളറാണ്, ഓക്കെ, ഒരു പിങ്ക് കളറിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കളർ ഇവിടെ ഡീകളറൈസർ ആഡ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കളർ നഷ്ടപ്പെട്ടില്ല? എന്തുകൊണ്ട് നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കളർ നഷ്ടപ്പെട്ടു? അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കാൻ കാരണം അവയുടെ സെൽവാളിലുള്ള ചില പ്രത്യേക തരം ഫീച്ചേഴ്സ് കാരണമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഗ്രാം പോസിറ്റീവിന്റെയും ഗ്രാം നെഗറ്റീവിന്റെയും സെൽവാളിന്റെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. നമ്മുടെ ഗ്രാം പോസിറ്റീവിൽ എന്താണ്? ഗ്രാം പോസിറ്റീവിന്റെ സെൽവാൾ നോക്കൂ. ഇവിടെ എന്തുണ്ട്? അതിന്റെ ഔട്ടർ മെംബ്രെയിൻ ആയിട്ട് ഒരു പെപ്റ്റിഡോഗ്ലൈക്കൺ, തിക്കായിട്ടുള്ള ഒരു പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ ഉണ്ട്. എന്നാൽ ഗ്രാം നെഗറ്റീവിൽ എന്താണ്? അവിടെ ഒരു തിന്നായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൺ ആണ്. ഓക്കെ, പെപ്റ്റിഡോഗ്ലൈക്കൺ വളരെ തിന്നായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൺ ആണ്. പകരം അതിന്റെ ഔട്ടർ ലെയർ എന്താണ്? ഒരു ലിപ്പോപോളിസാക്കറൈഡ് ആൻഡ് പ്രോട്ടീൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഗ്രാം നെഗറ്റീവില് ലിപ്പോപോളിസാക്കറൈഡ് ആൻഡ് പ്രോട്ടീൻസ് ആണ് അതിന്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ളത്. എന്നാൽ ഗ്രാം പോസിറ്റീവിൽ എന്താണ്? തിക്കായിട്ടുള്ള ഒരു പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ ആണുള്ളത്. അപ്പൊ ഈ ഒരു വ്യത്യാസം കാരണമാണ് നമ്മുടെ ഗ്രാം നെഗറ്റീവ് ഡീകളറൈസ് ആയി പോയത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എന്ത്? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂട്ടോ, the difference in dye retention is depend on such physical properties as thickness, density, porosity and integrity of the bacterial cell wall as well as its chemical composition. അപ്പൊ ഇവിടെ ഡൈ, നമ്മുടെ സ്റ്റെയിൻ, അതിന്റെ റീടെൻഷൻ പ്രോപ്പർട്ടി, ദെൻ അതിന്റെ ഡീകളറൈസിങ് പ്രോപ്പർട്ടി ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഈ ബാക്ടീരിയയുടെ സെൽ വാളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സെൽ വാളിന്റെ ഡെൻസിറ്റി, അതിന്റെ പൊറോസിറ്റി, അതിന്റെ തിക്നെസ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഹാവ് തിക്ക്, ഡെൻസ്, റിലേറ്റീവ്ലി നോൺ പോറസ് വാൾസ്. അപ്പൊ നമ്മൾ കണ്ടു അവിടെ ഒരു തിക്കായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ ഉണ്ട്. അപ്പൊ എന്താണ്? നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് എന്തുണ്ട്? തിക്കായിട്ടുള്ള, ഡെൻസ് ആയിട്ടുള്ള, റിലേറ്റീവ്ലി നോൺ പോറസ് ആയിട്ടുള്ള ഒരു സെൽവാൾ ഉണ്ട്. എന്നാൽ നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് എന്താണ്? വളരെ തിന്നായിട്ടുള്ള ഒരു ലിപ്പിഡ് റിച്ച് മെംബ്രെയിൻ ആണുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പോ നമ്മുടെ ഈ ഗ്രാം പോസിറ്റീവിന് തിക്കായിട്ടുള്ള, ഡെൻസ് ആയിട്ടുള്ള, നോൺ പോറസ് ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീകളറൈസ് ആഡ് ചെയ്താലും അതിന് പ്രത്യേകിച്ച് അതിന്റെ സെൽവാളിന് മാറ്റമൊന്നും സംഭവിക്കില്ല. എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ഒരു വളരെ തിന്നായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ ആണ് അതിനുള്ളത്. അത് മാത്രമല്ല അതിന്റെ ഔട്ടർ ലെയർ എന്താണ്? ഒരു ലിപ്പോപോളിസാക്കറൈഡ് പ്ലസ് പ്രോട്ടീൻസിന്റെ കവറാണുള്ളത്. അപ്പൊ ഡീകളറൈസ് ആഡ് ചെയ്യുമ്പോൾ അത് അത്ര സ്ട്രോങ് ഒന്നുമല്ല. അത് നന്നായിട്ട് നമ്മുടെ അതിന് ചേഞ്ച് വരികയും അതിന്റെ ഔട്ടർ ലെയറിന് ഔട്ടർ മെംബ്രെയിൻ ചേഞ്ച് വരികയും തന്മൂലം അതിന്റെ കളറൊക്കെ ഒഴുകിപ്പോകും, കളറൊക്കെ നശിച്ചു പാഷ് ഔട്ട് ആയി പോവുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെ എന്താണ് പറയുന്നത്? സം നോൺ ബാക്ടീരിയൽ ഓർഗാനിസം വിത്ത് തിക്ക് സെൽ വാൾ ആൾസോ സ്റ്റെയിൻ ഗ്രാം പോസിറ്റീവ്. അപ്പൊ സാധാരണ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ് ആർക്കാണ് യൂസ് ചെയ്യുന്നത്? ബാക്ടീരിയക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നല്ല തിക്ക് സെൽവാൾ ഉള്ള ചില ഈസ്റ്റിന് നമ്മൾ ഗ്രാം പോസിറ്റീവ് സ്റ്റെയിനിങ് ടെക്നിക്സ് ചെയ്യാറുണ്ട്. ദെൻ എന്താണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വിച്ച് ഹാവ് ലോസ്റ്റ് വാൾ ഇന്റഗ്രിറ്റി ത്രോ ഏജിങ് ഓർ ഫിസിക്കൽ ഓർ കെമിക്കൽ ഡാമേജ് മേ സ്റ്റെയിൻ ഗ്രാം നെഗറ്റീവ്. അപ്പൊ ചില ബാക്ടീരിയസ് എന്താണ്? ഗ്രാം പോസിറ്റീവ് ആയിരിക്കും. എന്നിരുന്നാൽ കൂടി അവയുടെ സെൽവാള് ചില സെൽവാൾ എന്തായിരിക്കും? അവയ്ക്ക്
അതിന്റെ ചില സെൽ വാളിന് ചില ബാക്ടീരിയാസ് ഗ്രാം പോസിറ്റീവ് ആയിരുന്നാൽ കൂടി ചില കെമിക്കൽ ഡാമേജ് ഉണ്ടാകും അതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഗ്രാം നെഗറ്റീവ് വഴിയാണ് സ്റ്റെയിൻ ചെയ്യിക്കുക. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ്സിൽ നമ്മൾ അവിടെ പ്രൈമറി സ്റ്റെയിൻ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഏതാണ് പ്രൈമറി സ്റ്റെയിൻ ഏതാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ്, അല്ലെ? ക്രിസ്റ്റൽ വയലറ്റ് ആണ് പ്രൈമറി സ്റ്റെയിൻ. ദെൻ അവിടെ മോർഡന്റ് ആയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? അയഡിൻ സൊല്യൂഷൻ. ദെൻ അവിടെ ഡീകളറൈസർ ഏതാണ്? എത്തനോൾ ആണ്. ദെൻ കൗണ്ടർ സ്റ്റെയിൻ സഫ്രാനിൻ ആണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് അവിടെ ഓർത്ത് വെക്കേണ്ടത്. ഡീകളറൈസർ ആഡ് ചെയ്യുമ്പോൾ കളറിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നത് ആർക്കാണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്കാണ് നഷ്ടപ്പെടുന്നത്. കാരണം എന്താണ്? ഗ്രാം നെഗറ്റീവിന്റെ സെൽവാൾ എന്താണ്? സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് ലിപ്പോ പോളിസാക്കറൈഡ് പ്ലസ് പ്രോട്ടീൻ കൊണ്ടാണ്. അതിന്റെ വാള് തിന്നാണ്, പോറസ് സെൽവാളാണ്. എന്നാൽ ഗ്രാം പോസിറ്റീവിന്റെ സെൽവാൾ എന്താണ്? തിക്കായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കളറൊന്നും പെട്ടെന്ന് നഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് നോക്കി വെക്കുക. നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ലാസ്റ്റ് ഏത് കളറിലാണ് കാണിക്കുക? പിങ്ക് കളറിലാണ് കാണിക്കുക. കാരണം അത് കൗണ്ടർ സ്റ്റെയിനായ സഫ്രാനിന്റെ കളറാണ് എടുക്കുന്നത്. ഗ്രാം പോസിറ്റീവ് ഏത് കളർ തന്നെ കാണിക്കും? അതിന്റെ പർപ്പിൾ കളറിൽ തന്നെ, ക്രിസ്റ്റൽ വയലറ്റിന്റെ കളർ തന്നെ കാണിക്കും. ഓക്കെ, ഈ ഫിഗറിൽ നോക്കൂ. ഗ്രാം പോസിറ്റീവ് ഒരു പർപ്പിൾ കളറിലും ഗ്രാം നെഗറ്റീവ് ഒരു പിങ്ക് കളറിലും കാണപ്പെടുന്നില്ലേ? പിങ്ക് ഓർ റെഡ് കളറിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ്ങിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദെൻ അടുത്ത ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ വരുന്ന അടുത്തൊരു മെത്തേഡാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് മെത്തേഡ്സ്. ഓക്കെ, അപ്പൊ ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. ഇതൊരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ്, യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ആസിഡ് ഫാസ്റ്റ് ആൻഡ് നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ. ഓക്കെ, അപ്പൊ ആസിഡ് ഫാസ്റ്റ് ആയിട്ടും നോൺ ആസിഡ് ഫാസ്റ്റുമായിട്ടുള്ള ഓർഗാനിസത്തെ, ബാക്ടീരിയാസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഈ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ? ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അവയുടെ സെൽ വാളിൽ ഒരു ലോങ് ഫാറ്റി ആസിഡ് ചെയിൻ ഉണ്ടായിരിക്കും, അഥവാ മൈക്കോളിക് ആസിഡ് ഉണ്ടായിരിക്കും. എന്നാൽ നോൺ ആസിഡ് ഫാസ്റ്റിന്റെ സെൽ വാളിൽ മൈക്കോളിക് ആസിഡ് ഉണ്ടായിരിക്കില്ല. അപ്പോ ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മൈക്കോ ബാക്ടീരിയം, നമ്മുടെ TB, ട്യൂബർകുലോസിസ് ഒക്കെ കോസ് ചെയ്യുന്ന മൈക്കോ ബാക്ടീരിയം, അത്തരം മെമ്പേഴ്സിനെ, അതിൽപ്പെട്ട മെമ്പേഴ്സിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. അതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്കോ ബാക്ടീരിയത്തെ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡിന്റെ മറ്റൊരു പേരാണ് സീൽ നീൽസൺ മെത്തേഡ്. ഓക്കെ, അപ്പൊ സീൽ നീൽസൺ മെത്തേഡ് എന്നറിയപ്പെടുന്ന സ്റ്റെയിനിങ് ടെക്നിക്ക് ഏതാണ്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന്റെ മറ്റൊരു പേരാണ് സീൽ നീൽസൺ മെത്തേഡ്. ഓക്കെ, ഇത് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോൾ എർലിച്ച് ആണ്. ഓക്കെ, ഇത് മോഡിഫൈ ചെയ്തതാണ് ഫ്രാൻസ് നീൽസണും ഫ്രെഡറിക് നീൽസണും. ഫ്രാൻസ് സീലും ഫ്രെഡറിക് നീൽസണും. അതുകൊണ്ടാണ് അതിനെ സീൽ നീൽസൺ മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ് അവയുടെ പ്രത്യേകത എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് അവയുടെ പ്രത്യേകത? ദോസ് വിച്ച് ഹാവ് എ ഹൈ കണ്ടന്റ് ഓഫ് മൈക്കോളിക് ആസിഡ് ഇൻ ദയർ സെൽ വാൾ. ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയുടെ സെൽ വാളിൽ എന്തുണ്ടായിരിക്കും? ഹൈ കണ്ടന്റ് ഓഫ് മൈക്കോളിക് ആസിഡ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഈ മൈക്കോളിക് ആസിഡ് എന്താണ്? ഒരു ഫാറ്റി ആസിഡ്സ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? മൈക്കോളിക് ആസിഡ് പ്രസന്റ് ആയിരിക്കും. ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ആണ് മൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത്. ആർ ക്യാരക്ടറൈസ്ഡ് ബൈ വാക്സ് ലൈക്ക് നിയർലി ഇംപെർമിയബിൾ സെൽ വാൾസ്. അപ്പൊ ഈ മൈക്കോളിക് ആസിഡ് ഉള്ളത് കാരണം തന്നെ ഒരു വാക്സ് ലൈക്ക് പ്രോപ്പർട്ടി കാണിക്കും. എന്താണ്? ഇംപെർമിയബിൾ സെൽ വാളാണ് അതിനുള്ളത്. കണ്ടെയ്ൻ മൈക്കോളിക് ആസിഡ് ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് ഫാറ്റി ആസിഡ്സ്, വാക്സസ് ആൻഡ് കോംപ്ലക്സ് ലിപ്പിഡ്സ് ആർ ഹൈലി റെസിസ്റ്റന്റ് ടു ഡിസിൻഫെക്റ്റൻസ് ആൻഡ് ഡ്രൈ കണ്ടീഷൻസ്. ഈ ബാക്ടീരിയാസ് എന്താണ്? ഡിസിൻഫെക്റ്റൻസിനും ഡ്രൈ കണ്ടീഷൻസിനൊക്കെ എന്താണ്? ഹൈലി റെസിസ്റ്റൻസ് കാണിക്കും.
ഈ മൈക്കോളിക് ആസിഡിന്റെ പ്രസൻസ് കാരണം. ഡ്യൂ ടു ദയർ waxy cell wall components, mycobacterium are acid fast. That is, they retain the red dye carbolfucsin after rinsing with ആസിഡ് സോൾവെന്റ്. അപ്പൊ ഈ മൈക്കോളിക് ആസിഡ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ ഈ മൈക്കോബാക്ടീരിയം ആണ് ഒരു ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ. അപ്പൊ ഈ മൈക്കോബാക്ടീരിയത്തിന്റെ സെൽവാളിൽ എന്തുണ്ട്? മൈക്കോളിക് ആസിഡ് പ്രസന്റ് ആണ്. അപ്പൊ ഈ മൈക്കോളിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്? ഈ കാർബോൾഫുക്സിൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സ്റ്റെയിൻ ചെയ്യുക. അപ്പോ ഈ കാർബോൾഫുക്സിൻ വെച്ച് സ്റ്റെയിൻ ചെയ്യും. ഡീകളറൈസർ ആയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ആസിഡ് സോൾവെന്റ്സ് ആണ്. അപ്പൊ ആസിഡ് സോൾവെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഈ മൈക്കോബാക്ടീരിയം എന്താണ്? ഈ കാർബോൾഫുക്സിന്റെ കളർ അതിന് നഷ്ടപ്പെടില്ല. കാരണം അതിൽ എന്തുണ്ട്? മൈക്കോളിക് ആസിഡ് പ്രസന്റ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റിന് സെൽവാളാണ്. ഈ സെൽവാളിൽ ഇതുപോലെ മൈക്കോളിക് ആസിഡ് പ്രസന്റ് ആണ്. ഓക്കെ, then അതിന്റെ റിയേജന്റ് ഏതൊക്കെയാണ്? നമ്മൾ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യുന്ന റിയേജന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബോൾഫുക്സിൻ. then ഡീകളറൈസേഷൻ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും എത്തനോളിന്റെയും മിക്സ്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏകദേശം 30 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ് 1 ലിറ്റർ ഓഫ് 95% ഡീനാച്ചുറേറ്റഡ് ആൽക്കഹോളുമായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുക. കൗണ്ടർ സ്റ്റെയിൻ ഏതാണ്? മെത്തിലീൻ ബ്ലൂ. ഓക്കെ, അപ്പോ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഇതിന്റെ റിയേജൻസ് ഓർത്ത് വെക്കണം. അപ്പൊ ഇവിടെ ഏതാണ്? നമ്മുടെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ പ്രൈമറി സ്റ്റെയിനിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? കാർബോൾഫുക്സിൻ ആണ്. ഡീകളറൈസർ ആയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? HCl പ്ലസ് എത്തനോൾ. ദെൻ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തിലീൻ ബ്ലൂ. ഓക്കെ, നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ്ങിൽ ഏതായിരുന്നു പ്രൈമറി സ്റ്റെയിൻ? ഏതായിരുന്നു അവിടെ ക്രിസ്റ്റൽ വയലറ്റ് ആയിരുന്നു പ്രൈമറി സ്റ്റെയിൻ. കൗണ്ടർ സ്റ്റെയിൻ ഏതായിരുന്നു? സഫ്രാനിൻ ആയിരുന്നു. ഓക്കെ, ഇവിടെ എന്താണ്? പ്രൈമറി സ്റ്റെയിൻ കാർബോൾഫുക്സിൻ ആണ്. ഡീകളറൈസേഷൻ ഏതാണ്? HCl പ്ലസ് എത്തനോൾ ആണ്. ദെൻ കൗണ്ടർ സ്റ്റെയിൻ മെത്തിലീൻ ബ്ലൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ അതിന്റെ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ഓക്കെ, the cell wall containing എന്താണ്? മൈക്കോളിക് ആസിഡ് ഈസ് സോ വാക്സി ആൻഡ് റെസിസ്റ്റന്റ് ടു മോസ്റ്റ് കമ്പോണന്റ്. ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം റിക്വയർ എ സ്പെഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്സ്. അപ്പൊ നമ്മുടെ ഈ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം അഥവാ മൈക്കോളിക് ആസിഡ് സെൽവാളിൽ പ്രസന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ സ്റ്റെയിൻ ചെയ്യിക്കാൻ ഒരു സ്പെഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്സ് തന്നെ ആവശ്യമാണ്. അപ്പൊ ആ ഒരു സ്റ്റെയിനിങ്ങിന്റെ പേരാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ടെക്നിക്. ദ പ്രൈമറി സ്റ്റെയിൻ യൂസ്ഡ് ഏതാണ്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ കാർബോൾഫുക്സിൻ. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? കാർബോൾഫുക്സിൻ ആണ്. ദെൻ ഈ കാർബോൾഫുക്സിൻ ഈസ് ലിപ്പിഡ് സോലുബിൾ ആൻഡ് കണ്ടെയ്ൻസ് ഫിനോൾ വിച്ച് ഹെൽപ്സ്. അപ്പൊ ഈ കാർബോൾഫുക്സിന്റെ പ്രത്യേകത എന്താണ്? ഇവ ലിപ്പിഡ് സോലുബിൾ ആണ്. ഇതിൽ എന്തുണ്ട്? ഫിനോൾ ഉണ്ട്. വിച്ച് ഹെൽപ്സ് ദ സ്റ്റെയിൻ പെനിട്രേറ്റ് ദ സെൽ വാൾ. ദിസ് ഈസ് ഫർദർ അസിസ്റ്റഡ് ബൈ അഡീഷൻ ഓഫ് ഹീറ്റ്. അപ്പൊ നമ്മുടെ ഈ സെൽ വാളിൽ മൈക്കോളിക് ആസിഡ് പ്രസന്റ് ആയത് കൊണ്ട് തന്നെ ഇതിന് സ്പെഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്സ്, സ്പെഷ്യൽ റിയേജൻസ് ആവശ്യമാണ്. അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതാണ്? പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബോൾഫുക്സിൻ ആണ്. കാർബോൾഫുക്സിന്റെ പ്രത്യേകത എന്താണ്? അവ ലിപ്പിഡ് സോല്യൂബിൾ ആണ്. നമ്മുടെ ഇതിൽ എന്തുണ്ട്? സെൽവാളിൽ മൈക്കോളിക് ആസിഡിൽ എന്തുണ്ട്? ലിപ്പിഡ് സോല്യൂബിൾ ആണ്. സോറി, അതിലെ സെൽവാളിൽ എന്തുണ്ട്? ലിപ്പിഡ്സ് ഉണ്ട്. അപ്പൊ ലിപ്പിഡ് സോല്യൂബിൾ ചെയ്യും. പിന്നെ അതിൽ ഫീനോൾ ഉണ്ട്. ഈ ഫീനോൾ എന്തിന് ഹെൽപ്പ് ചെയ്യും? ഈ സ്റ്റെയിനിനെ, ഈ മൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഈ സെൽവാൾ ഉണ്ടല്ലോ, അപ്പൊ ഈ സെൽവാളിലേക്ക് നന്നായിട്ട് ഈ സ്റ്റെയിനിനെ പെനിട്രേറ്റ് ചെയ്യിക്കാനുള്ള പവർ എന്തിനുണ്ട്? കാർബോൾഫുക്സിനുണ്ട്. ദിസ് ഫർദർ അസിസ്റ്റഡ് ബൈ അഡീഷൻ ഓഫ് ഹീറ്റ്. നമ്മൾ ഹീറ്റ് ഫിക്സേഷൻ പ്രോസസ് നടത്തും. ഹീറ്റ് ഫിക്സേഷൻ പ്രോസസ് നടത്തുമ്പോൾ ഈ സ്റ്റെയിൻ നന്നായിട്ട് ഈ സെൽവാളിൽ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, then the smear is then rinsed with a very strong decolorizer which strips the stains from all non-acid fast cell but does not permeate the cell wall of acid fast organism. നമ്മളിവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഡീകളറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ആസിഡിന്റെയും ആൽക്കഹോളിന്റെയും ഒരു മിക്സ്ചർ ആണ് നമ്മൾ ഡീകളറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം ഡീകളറൈസ് ആയി പോകില്ല, അതിന്റെ കളർ നഷ്ടപ്പെടില്ല. എന്നാൽ നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് എന്ത് പറ്റും? അതിന്റെ കളർ നഷ്ടപ്പെടുന്നു. ദ ഡീകളറൈസ്ഡ് നോൺ ആസിഡ് ഫാസ്റ്റ് സെൽ then take up the counter stain. നമ്മളിവിടെ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? മെത്തിലിൻ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കളർ നഷ്ടപ്പെട്ട നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം മെത്തിലിൻ ബ്ലൂ ആയിട്ടുള്ള കൗണ്ടർ സ്റ്റെയിനിന്റെ ബ്ലൂ കളർ അബ്സോർബ് ചെയ്യുന്നു. എന്നാൽ
നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം എന്താണ്? അത് കാർബോൾ ഫുക്സിന്റെ കളറിൽ തന്നെ അവിടെ റീറ്റൈൻ ചെയ്യുന്നു. കാർബോൾ ഫുക്സിന്റെ കളർ എന്താണ്? റെഡ് കളറാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ദാ ഇവിടെ നോക്കൂ, ഈ ഫിഗർ നോക്കൂ. ഇവിടെ നോക്കൂ, ഇവിടെ അപ്ലൈ പ്രൈമറി സ്റ്റെയിൻ ഓഫ് കാർബോൾ ഫുക്സിൻ ഫോർ 30 സെക്കൻഡ്. നമ്മൾ ഗ്ലാസ് റോഡ് എടുത്തു. ഗ്ലാസ് റോഡിൽ നമ്മൾ സാമ്പിൾ എടുത്തു. സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എന്താണ്, നമ്മുടെ ഇവിടെ പ്രൈമറി സ്റ്റെയിൻ ഏതാണ്? കാർബോൾ ഫുക്സിൻ ആണ്. അപ്പൊ ഈ കാർബോൾ ഫുക്സിൻ ആഡ് ചെയ്തു. കാർബോൾ ഫുക്സിന് റെഡ് കളറാണ്. ഓക്കെ, ഒരു പിങ്ക് ടു റെഡിഷ് കളറാണ്. അപ്പൊ റെഡ് കളറിൽ കാണപ്പെടും. നമ്മൾ നന്നായിട്ട് അതിനെ ഹീറ്റ് ഫിക്സ് ചെയ്തു. ഹീറ്റ് ഫിക്സ് ചെയ്തപ്പോ എന്താണ്, ഈ സ്റ്റെയിൻ നന്നായിട്ട് നമ്മുടെ സെല്ലിലൊക്കെ നന്നായിട്ട് പറ്റിപ്പിടിച്ചു. then എന്താണ്, നമ്മുടെ ഇവിടെ ആസിഡ് ആൽക്കഹോൾ മിക്സ്ചർ, അതാണ് നമ്മുടെ ഡീകളറൈസർ എന്ന് പറയുന്നത്. അതിനെ ഡീകളറൈസ് ചെയ്തു. അപ്പൊ ഡീകളറൈസ് ചെയ്തപ്പോ ഇവിടെ എന്താണ്, നമ്മുടെ ആസിഡ് ഫാസ്റ്റിന്റെ നോൺ ആസിഡ് ഫാസ്റ്റ് എന്തായി മാറി? കളർലെസ് ആയിട്ട് മാറി. ആ കളർലെസ് ആയിട്ടുള്ള നോൺ ആസിഡ് ഫാസ്റ്റ് എന്ത് കളർ എടുക്കപ്പെടും? കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള മെത്തിലിൻ ബ്ലൂവിന്റെ കളർ എടുത്തിട്ട് അത് ബ്ലൂ കളറിൽ കാണപ്പെടും. അപ്പൊ ഇവിടെ ഫിഗർ നോക്കൂ, ഈ ഫിഗറിൽ ബ്ലൂ കളറിൽ കാണപ്പെടുന്നത് എന്താണ്? നോൺ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസവും പിങ്ക് കളറിൽ കാണപ്പെടുന്നത് എന്താണ്? അല്ലെങ്കിൽ റെഡ് കളറിൽ കാണപ്പെടുന്നത് എന്താണ്? ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസവുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ ഓക്കെ ആയല്ലോ. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാകും. ഓക്കെ, ഈ ഫിഗർ നോക്കൂ, ഇത് മൈക്കോ ബാക്ടീരിയം ആണ്. മൈക്കോ ബാക്ടീരിയം എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ആസിഡ് ഫാസ്റ്റിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് മൈക്കോ ബാക്ടീരിയം എടുത്തു, അതിന്റെ സാമ്പിൾ എടുത്തു, അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു? കാർബോൾ ഫുക്സിൻ ആഡ് ചെയ്തു, ഡീകളറൈസ് ചെയ്തു. ഡീകളറൈസ് ചെയ്തിട്ടും അതിന്റെ കളർ നഷ്ടപ്പെട്ടില്ല. കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്തു, മെത്തിലിൻ ബ്ലൂ ആഡ് ചെയ്തു. അപ്പൊ ഓൾറെഡി ഇതിന് കളർ ഉണ്ട്, അപ്പൊ അത് മെത്തിലിൻ ബ്ലൂവിന്റെ കളർ എടുക്കില്ല. ഓക്കെ, അപ്പൊ ഇത് ഓൾറെഡി ഇപ്പൊ കാർബോൾ ഫുക്സിന്റെ കളറിൽ തന്നെ കാണപ്പെടും. എന്നാൽ നോൺ മൈക്കോ ബാക്ടീരിയം അഥവാ നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം നോക്കൂ, ഇവിടെ നമ്മൾ സ്റ്റെയിൻ ആഡ് ചെയ്തു. then എന്താണ്, നമ്മൾ ഡീകളറൈസർ ആഡ് ചെയ്തപ്പോൾ ഇതിന്റെ കളർ ഫുള്ള് നഷ്ടപ്പെട്ടു ഇല്ലേ? അപ്പൊ കളർ ഫുള്ള് നഷ്ടപ്പെട്ടപ്പോൾ അതിന് വീണ്ടും കളർ വേണം. അപ്പൊ നമ്മൾ സെക്കൻഡറി കളർ ആയിട്ടുള്ള സെക്കൻഡറി സ്റ്റെയിൻ അഥവാ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള മെത്തിലിൻ ബ്ലൂ ആഡ് ചെയ്തപ്പോൾ ആ മെത്തിലിൻ ബ്ലൂവിന്റെ ബ്ലൂ കളർ ഇതെടുത്തു. ഓക്കെ, അങ്ങനെ നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം ബ്ലൂ കളറിലും ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള മൈക്കോ ബാക്ടീരിയം പിങ്ക് കളറിലും അഥവാ അല്ലെങ്കിൽ റെഡ് കളറിലും കാണപ്പെട്ടു. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് സ്റ്റെയിൻ ചെയ്തതാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പൊ ഇതിൽ കാണപ്പെടുന്ന ഈ പിങ്ക് കളറിൽ കാണപ്പെടുന്നതാണ് എന്ത്? ട്യൂബർക്കിൾ ബാസിൽ അല്ലെങ്കിൽ ട്യൂബർകുലോസ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓക്കെ, അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് സ്പെഷ്യൽ സ്റ്റെയിനിങ്. സ്പെഷ്യൽ സ്റ്റെയിനിങ്ങിൽ ഒരുപാട് സ്റ്റെയിനിങ് മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്പോർ സ്റ്റെയിനിങ് ടെക്നിക്കാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സ്പോർ എന്ന് പറഞ്ഞാല്? എന്താണ് സ്പോർ? അപ്പൊ ഈ സ്പോറ് ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡൊമിനന്റ് സ്ട്രക്ചേഴ്സ് ആണ്. സ്പോർസ് എന്ന് പറയുന്നത് ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡോർമെന്റ് സ്ട്രക്ചർ ആണ്. then formed in response to adverse environmental condition. അതായത് നല്ല അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരും. അതായത് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ pH അല്ലെങ്കിൽ അങ്ങനെ അത്തരം അഡ്വേഴ്സ് ആയിട്ടുള്ള എൻവിയോൺമെന്റൽ കണ്ടീഷൻസ് വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്ടീരിയാസ് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് സ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, എൻഡോസ്പോർ എന്നൊക്കെ പറയുന്ന സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, then help in survival of organism during adverse environmental condition do not have any role in reproduction. അപ്പൊ അതിന് റീപ്രൊഡക്ഷനിലൊന്നും അതിന് റോൾ ഇല്ല. പകരം എന്താണ്, അഡ്വേഴ്സ് ആയിട്ടുള്ള എൻവിയോൺമെന്റൽ കണ്ടീഷനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയയിൽ ഫോം ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ആണ് സ്പോർ എന്ന് പറയുന്നത്. then spore formation അഥവാ sporulation occurs when nutrients such as a source of carbon and nitrogen are depleted. അപ്പൊ നമ്മുടെ ഈ സോഴ്സ് ന്യൂട്രിയൻസ് ഒക്കെ ഡിപ്ലീറ്റഡ് ആയി പോകുമ്പോൾ അതിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് അങ്ങനെ അഡ്വേഴ്സ് കണ്ടീഷനിൽ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പോർട്സിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ റെസിസ്റ്റന്റ് ടു ഹീറ്റ്, ഡീഹൈഡ്രേഷൻ, റേഡിയേഷൻ ആൻഡ് കെമിക്കൽസ്. അപ്പൊ ഇത്തരം അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസിനൊക്കെ അത് എന്താണ്, ഈ സ്പോർട്സ് റെസിസ്റ്റൻസ് ആണ്. സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി മോർ കോംപ്ലക്സ് ദാൻ ദ വെജിറ്റേറ്റീവ് സെൽ. അപ്പൊ നമ്മുടെ ബാക്ടീരിയയുടെ സെല്ലിനേക്കാൾ
മോർ എന്താണ് സ്ട്രക്ചറലി കെമിക്കലി ഒക്കെ എന്താണ് കോംപ്ലക്സ് ആണ്, അതിനേക്കാൾ എന്താണ് ഒക്കെ റെസിസ്റ്റന്റ് ആണ്, മറ്റ് അഡ്വേഴ്സ് കണ്ടീഷൻസിലൊക്കെ റെസിസ്റ്റൻസ് ആണ്. ദ ഷേപ്പ് ആൻഡ് പൊസിഷൻ ഓഫ് സ്പോർസ് വാരി ഇൻ ഡിഫറെന്റ് സ്പീഷീസ് ആൻഡ് ക്യാൻ ബി യൂസ്ഫുൾ ഫോർ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ പർപ്പസ്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് സ്പീഷീസ് അനുസരിച്ച് ഈ സ്പോർട്സിന്റെ ഷേപ്പിനും സൈസിനും ഒക്കെ എന്താണ് അതിന്റെ ഒക്കെ ഡിഫറൻസ് വരാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് സ്പോർട്സിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നമുക്ക് ഈ ബാക്ടീരിയാസിൽ ഇങ്ങനെ സ്പോർ ഫോമിംഗ് ആണോ, അതിൽ സ്പോർട്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിനെ സ്റ്റെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് സ്കാഫർ ആൻഡ് ഫ്യൂൾട്ടൺ മെത്തേഡ്. ഓക്കെ, അപ്പോ സ്കാഫർ ഫ്യൂൾട്ടൺ മെത്തേഡ് ആണ് നമ്മൾ ഈ സ്പോർട്സിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്? മാലക്കൈറ്റ് ഗ്രീൻ ആണ്. പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? മാലക്കൈറ്റ് ഗ്രീൻ ആണ്. നമ്മളിവിടെ സ്കാഫർ ഫോൾട്ടൺ മെത്തേഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റെയിൻ ഏതാണ്? മാലക്കൈറ്റ് ഗ്രീൻ ആണ്. ദ മാലക്കൈറ്റ് ഗ്രീൻ ഈസ് ഫോഴ്സ്ഡ് ടു പെർമിയേറ്റ് ദ സ്പോർ വാൾ ബൈ ഹീറ്റിംഗ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ഈ സ്പോറ് അങ്ങനെ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ സ്റ്റെയിൻ ചെയ്യിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ്. അപ്പൊ നമ്മുടെ ഈ മാലക്കൈറ്റ് ഗ്രീനെ അതിലേക്ക് നന്നായിട്ട് സ്പോറിലേക്ക് പെർമിയേറ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ പെനിട്രേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഫോഴ്സ് കൊടുക്കണം. അപ്പൊ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഹീറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ മോർഡന്റ് ആയിട്ട് നമ്മൾ അവിടെ ഹീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഹീറ്റ് അല്ലെങ്കിൽ സ്റ്റീം, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ സ്പോർ സ്റ്റെയിനിങ് ടെക്നിക്കില് മോർഡന്റ് ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഹീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ വാഷിംഗ് വിത്ത് വാട്ടർ റിമൂവ് സ്റ്റെയിൻ ഫ്രം വെജിറ്റേറ്റീവ് സെൽ ബട്ട് നോട്ട് ഫ്രം സ്പോർ വാൾ. എന്നിട്ട് ഇവിടെ ഡീക്ലറൈസ് ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ സ്പോറിലേക്ക് ഈ മാലക്കൈറ്റ് ഗ്രീൻ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് ഈ സ്പോറിൽ നന്നായിട്ട് മാലക്കൈറ്റ് ഗ്രീനെ പെനിട്രേറ്റ് ചെയ്ത് നന്നായിട്ട് അവിടെ പറ്റിപ്പിടിച്ചിരിക്കും. ദെൻ നമ്മൾ ഈ എന്താണ് ഈ ബാക്ടീരിയ സെല്ലിനെ വാഷ് ചെയ്യും, വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യും. അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ എന്താണ് ഈ സ്പോറിൽ നിന്നും ഈ സ്റ്റെയിന് പോകാൻ ഭയങ്കര പാടാണ്. എന്നാൽ നമ്മുടെ ബാക്ടീരിയ സെല്ലിൽ നിന്നും വളരെ ഈസി ആയിട്ട് ആ സ്റ്റെയിൻ ഒക്കെ വാഷ് ഔട്ട് ആയി പോകും. എന്നാൽ നമ്മുടെ സ്റ്റെയിൻ എന്താണ്, നമ്മുടെ സ്പോർ എന്താണ്, സ്പോറിൽ ആ സ്റ്റെയിൻ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. ദെൻ സ്പോറിൽ നിന്നും നമ്മുടെ സ്റ്റെയിൻ വാഷ് ഔട്ട് ആയി പോകില്ല. എന്നാൽ നമ്മുടെ ബാക്ടീരിയയുടെ സെല്ലിൽ നിന്നും എന്തായി പോകും? വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും നമ്മുടെ ഈ സ്റ്റെയിൻ എല്ലാം വാഷ് ഔട്ട് ആയി പോകും. ദ എൻഡോസ്പോർ thus retain the primary dye while the vegetative cell lost the primary stain and take the red color of secondary stain. അപ്പൊ നമ്മുടെ എൻഡോസ്പോർ അവിടെ ഓൾറെഡി അതിന് കളർ ഉണ്ട്, അതിലെ കളർ വാഷ് ഔട്ട് ആയി പോയിട്ടില്ല. എന്നാൽ നമ്മുടെ സെല്ലിന് എന്താണ്, അതിന്റെ കളറൊക്കെ വാഷ് ഔട്ട് ആയി പോയി. എന്നിട്ട് അത് സെക്കൻഡറി സ്റ്റെയിൻ, നമ്മൾ സെക്കൻഡറി സ്റ്റെയിൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് സഫ്രാനിനാണ്. അപ്പോ ആ സഫ്രാനിന്റെ റെഡ് കളറ് നമ്മുടെ സെല്ല് റെഡ് കളറിൽ കാണും, അതിന്റെ സെല്ലിലുള്ള സ്പോർ എന്തായിട്ട് കാണും? മാലക്കൈറ്റിന്റെ ഗ്രീൻ കളറിൽ കാണപ്പെടും. ഓക്കെ ആയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് അവിടെ പ്രോസസ്. ഇത് നോക്കൂ, ഇവിടെ നോക്കൂ എന്തുണ്ട്? ആപ്ലിക്കേഷൻ ഓഫ് മാലക്കൈറ്റ് ഗ്രീന്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ മാലക്കൈറ്റ് ഗ്രീന് ആഡ് ചെയ്യാണ്. മാലക്കൈറ്റ് ഗ്രീന് ആഡ് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ സ്പോറും നമ്മുടെ എല്ലാ ഫുള്ള് ഗ്രീൻ കളറിൽ കാണപ്പെട്ടു. ദെൻ അവിടെ ഹീറ്റ് ഫിക്സേഷൻ കൊടുക്കുകയാണ്. അവിടെ ഹീറ്റിൽ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ്, മോർഡന്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഹീറ്റ് ആണ്. അപ്പൊ നമ്മുടെ സെല്ലിൽ എന്തായിട്ട് മാറി? നന്നായിട്ട് ഗ്രീൻ കളർ ആയിട്ട് മാറി. സെല്ലും സ്പോറൊക്കെ ഗ്രീൻ കളർ ആയിട്ട് മാറി. ഇത് നമ്മൾ വാട്ടർ ആഡ് ചെയ്യാണ്. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമ്മളെ സ്പോർ എന്താണ്? നമ്മുടെ സ്പോർ നല്ല സ്ട്രോങ് സ്ട്രക്ചർ ആണ്. അപ്പൊ അതിൽ നിന്നും പെട്ടെന്നൊന്നും നമ്മുടെ ഡൈ വാഷ് ഔട്ട് ആയി പോവില്ല. പക്ഷേ നമ്മുടെ പുറത്തുള്ള ഈ സെല്ല് എന്താണ്? ഈ സെല്ല് വളരെ വീക്ക് സ്ട്രക്ചർ ആണ്. അപ്പൊ സെല്ലിൽ നിന്നും നമ്മുടെ ഈ മാലക്കൈറ്റ് ഗ്രീൻ എല്ലാം വാഷ് ഔട്ട് ആയി പോയിട്ട് നമ്മുടെ സെല്ല് എന്ത് കളർലെസ് ആയി കാണപ്പെട്ടു. ഇതിലുള്ള സ്പോർ എന്ത് കാണപ്പെട്ടു? ഗ്രീൻ കളറിൽ കാണപ്പെടുന്നു. ദെൻ നമ്മൾ സെക്കൻഡറി സ്റ്റെയിൻ അപ്ലൈ ചെയ്യാണ്. ഇവിടെ സെക്കൻഡറി സ്റ്റെയിൻ എന്താണ്? സഫ്രാനിനാണ്. ഓക്കെ, അങ്ങനെ സഫ്രാനിൻ ആഡ് ചെയ്യുമ്പോൾ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് സഫ്രാനിൻ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സെല്ല് പിങ്ക് കളറിൽ കാണപ്പെടും. ഓക്കെ, നമ്മുടെ സെല്ലിന് കളർ ഇല്ല. അപ്പൊ നമ്മുടെ കളർ ഇല്ലാത്ത സെല്ല് നമ്മുടെ സഫ്രാനിന്റെ കളർ എടുക്കുന്നു. എന്നാൽ നമ്മുടെ സ്പോറിന് എന്തുണ്ട്? ഓൾറെഡി കളർ ഉണ്ട്, ഗ്രീൻ കളർ, മാലക്കൈറ്റ് ഗ്രീനിന്റെ കളർ ഉണ്ട്. അപ്പൊ അത് വീണ്ടും കളർ എടുക്കോ? ഇല്ല. ഓക്കെ,
അങ്ങനെ നമ്മുടെ സെല്ല് റെഡ് കളറിലും നമ്മുടെ സ്പോർ എന്ത് കളറിൽ കാണപ്പെടും? ഗ്രീൻ കളറിലും കാണപ്പെടുന്നു. അപ്പൊ അത്രയാണ് നമ്മുടെ സ്പോർ സ്റ്റെയിനിങ്ങിൽ പഠിക്കാനുള്ളത്. ഇവിടെ നോക്കൂ, എൻഡോസ്പോർ സ്റ്റെയിനിങ്ങിൽ ഒരു മൈക്രോസ്കോപ്പിക് പിക്ചർ ആണ്. ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണപ്പെടുന്നതൊക്കെ എന്താണ്? അതിന്റെ സ്പോർസ് ആണ്. ദെൻ പിങ്ക് കളറിൽ കാണപ്പെടുന്നത് എന്റെ സെൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത്, അതായത് സ്പോർ സ്റ്റെയിനിങ് ടെക്നിക്സിൽ ആ മെത്തേഡിന് പറയുന്ന പേര് സ്കാഫർ ഫ്യൂൾട്ടൺ മെത്തേഡ് എന്നാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ, പ്രൈമറി സ്റ്റെയിൻ ഏതാണ്? മാലക്കൈറ്റ് ഗ്രീൻ ആണ്. ദെൻ മോർഡന്റ് ആയിട്ട് നമ്മൾ ഹീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി സ്റ്റെയിൻ ആയിട്ട് നമ്മൾ സഫ്രാനിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റെയിൻസോള് ഏതൊക്കെയാണ്? പ്രൈമറി, അതിന്റെ മോർഡന്റ് എന്താണ്, അതിന്റെ സെക്കൻഡറി എന്താണെന്നൊക്കെ ഓർത്ത് വെക്കണം. ഓക്കെ, ദെൻ ഇവിടെ എന്താണ്? ആസിഡ് ഫാസ്റ്റിൽ എന്താണ്? നമ്മുടെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ടെക്നിക്കിൽ നമ്മൾ ഏതൊക്കെയാണ്? പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് കാർബോൾ ഫുക്സിൻ യൂസ് ചെയ്തു. ഡീകളറൈസ് ആയിട്ട് HCl പ്ലസ് എത്തനോൾ സൊല്യൂഷൻ ആണ് യൂസ് ചെയ്തത്. കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് മെത്തിലിൻ ബ്ലൂ ആണ് യൂസ് ചെയ്തത്. ദെൻ നമ്മൾ പഠിച്ച ഗ്രാം സ്റ്റെയിനിങ്ങിൽ എന്താണ്? ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്ത പ്രൈമറി സ്റ്റെയിൻ ക്രിസ്റ്റൽ വയലറ്റ് ആയിരുന്നു. മോർഡന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തത് അയഡിൻ സൊല്യൂഷൻ ആണ്. ഡീകളറൈസർ ആയിട്ട് യൂസ് ചെയ്തത് എത്തനോൾ ആണ്. കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്തത് സഫ്രാനിൻ ആണ്. ദെൻ നമ്മുടെ ഗ്രാം പോസിറ്റീവ് മെത്തേഡ്, ഓക്കെ, നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ് പറഞ്ഞു. ദെൻ നമ്മുടെ സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? സിമ്പിൾ സ്റ്റെയിനിൽ നെഗറ്റീവ് സ്റ്റെയിനിങ് ആണെങ്കിൽ അവിടെ ആസിഡ് ഡൈസും, പോസിറ്റീവ് സ്റ്റെയിൻ ആണെങ്കിൽ അവിടെ ബേസിക് ഡൈസും ആണ് നമ്മൾ അവിടെ പോസിറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ്സിൽ അഥവാ ഡയറക്റ്റ് സ്റ്റെയിനിങ് മെത്തേഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുക ബേസിക് ഡൈസ് ആണ്. ഇൻഡയറക്റ്റ് അഥവാ നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈസ് ഏതാണ്? ആസിഡ് ഡൈസ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഡൈസും അതിന്റെ പ്രൈമറി സ്റ്റൈനും മോഡലും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നല്ല ക്ലിയർ ആയിട്ട് നല്ല വൃത്തിക്ക് പഠിച്ചു പോകുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഇതുവരെ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. ഓക്കെ അല്ലേ? എല്ലാതും ഓക്കെ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ ആ ഓരോ മെത്തേഡ്സിന്റെയും പേരൊക്കെ പഠിക്കുക. അപ്പോ ഗ്രാം സ്റ്റെയിനിങ് ആരാണ് കണ്ടെത്തിയത്? നമ്മുടെ ആരാണ് ഗ്രാം സ്റ്റെയിനിങ് കണ്ടെത്തിയത്? ഹാൻസ് ഗ്രാംസ് ആണ് അല്ലെ? ഓക്കെ, സോറി, ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ് കണ്ടെത്തിയത്. നമ്മുടെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന്റെ മറ്റൊരു പേര് എന്താണ്? വീൽ നീൽസൺ സ്റ്റെയിനിങ് മെത്തേഡ് ആണ് ആസിഡ് ഫാസ്റ്റിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റെയിനിങ്ങിന്റെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മുടെ സ്പോർ ഫോമിങ്ങിന്റെ എന്താണ്? സ്കാഫോൾ ഫ്യൂൾട്ടൺ സ്റ്റെയിനിങ് മെത്തേഡ് ആണ് നമ്മുടെ സ്പോർ ഫോമിങ്ങിന്റെ അല്ലെങ്കിൽ സ്പോർ സ്റ്റെയിനിങ് ടെക്നിക്സിന്റെ മെത്തേഡിന്റെ പേര്. അതിന്റെ സ്റ്റെയിനിങ് റിയേജൻസ് ഒക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോ ഇതുവരെ എടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ.